بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം പറയുകയും കേൾക്കുകയും ചെയ്തത് ഒരു മയ്യത്തിന് സ്ത്രീ പുരുഷന്മാരായ മയ്യത്തുകളെ നോക്കാനോ തൊടാനോ പാടില്ല എന്നാണ് നാം പറഞ്ഞത്. എന്നാൽ ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഭർത്താവിന് ഭാര്യയെയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും നോക്കൽ അനുവദനീയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാമോ ഇല്ലയോ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പരസ്പരം നോക്കൽ രണ്ട് മദ്ഹബിലും ജായിസാണ്, അനുവദനീയമാണ്. അപ്പോൾ മയ്യത്തിനെ കാണുക, അത് അനുവദനീയമായവരുടെ കാര്യവും അനുവദനീയമല്ലാത്തവരുടെ കാര്യവും നാം പറഞ്ഞു കഴിഞ്ഞു. അനുവദനീയമല്ലാത്തവർ മയ്യത്തിൻ്റെ മുഖവും മറ്റും ദർശിക്കാൻ പാടില്ല എന്ന് മാത്രം. മറച്ചുകൊണ്ടാകുമ്പോൾ അവിടെ പ്രശ്നം വരുന്നില്ല. എന്തായാലും മയ്യത്തിനെ കാണുമ്പോൾ പറയൽ സുന്നത്തായ ദിക്ർ എന്താണ്? പല ദിക്റുകൾ പറയുന്നുണ്ട്. സുബ്ഹാനൽ ഹയ്യുല്ലദീ ലാ യമൂത്ത് മയ്യത്ത് കാണുമ്പോൾ പറയൽ സുന്നത്താണ്. മരിക്കാതെ ജീവിച്ചിരിക്കുന്ന രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ്. മരിക്കാതെ ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അതാണ് സുബ്ഹാനൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്. രണ്ടാമത് മറ്റൊരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ യമൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത മരിക്കാത്ത അജയ്യനായ എന്നൊന്നും നിലനിൽക്കുന്ന അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല. ഈ ദിക്ർ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ഇങ്ങനെയുള്ള ദിക്ർ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. പിന്നെ ഒന്ന്, അല്ലാഹു അക്ബർ, സദഖല്ലാഹു വറസൂലുഹു, ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, അല്ലാഹുമ്മ സിദ്നാ ഈമാനം വ തസ്ലീമ. എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹും അവൻ്റെ റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു. ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ് ഇത്. അഥവാ ഈ മരണം സംഭവിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹും അല്ലാഹുവേ സിദ്നാ, ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ, ഈമാനം വ തസ്ലീമൻ, ഈമാനിനെയും രക്ഷയുമെല്ലാം നീ വർദ്ധിപ്പിച്ചു തരണം, ഈമാനും സലാമത്തും വർദ്ധിപ്പിച്ചു തരണം. ഇങ്ങനെ പറയുന്നവർക്ക് 20 നന്മ പ്രതിഫലമായി രേഖപ്പെടുത്തും എന്ന് ഷെർവാനിയിലും മറ്റും കാണാൻ കഴിയും. ഇനി അപ്പം മയ്യത്തിനെ കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളാണിത്. ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയാലും മതി. മയ്യത്തിനെ ചുംബിക്കാമോ ഇല്ലയോ, അത് അനുവദനീയമാണോ അതല്ല അനുവദനീയമല്ല, ഹറാമാണോ? വയജൂസു, അനുവദനീയമാണ്. തഖ്ബീലു വജ്ഹിഹി, മയ്യത്തിൻ്റെ മുഖം ചുംബിക്കൽ. വ തഖ്ബീലു മഹല്ല് സുജൂദി, എന്നാൽ മുഖം ചുംബിക്കൽ അനുവദനീയമാണ്. എന്നാൽ സുജൂദിൻ്റെ മഹല്ല്, സുജൂദ് ചെയ്യുന്ന നമ്മുടെ സ്ഥലം, നെറ്റി പോലുള്ള സുജൂദിൻ്റെ സ്ഥാനം, ആ സ്ഥലത്തെ ചുംബിക്കുക. സുജൂദ് ചെയ്യുന്ന നമ്മുടെ മുഖത്തെ സുജൂദിൻ്റെ സ്ഥാനങ്ങൾ,
അതിനെ ചുംബിക്കുക ഔലാമിൻ ഗൈരിഹി മറ്റു ഭാഗത്തെ ചുംബിക്കുന്നതിനേക്കാളും ഉത്കൃഷ്ടമാണ്. അത് തന്നെ വഖൗലുഹു ബിലാ ഹായിലിൻ മറയില്ലാതെ ചുംബിക്കുന്നത് മറയില്ലാതെയാകുക. ഇങ്ങനെ ചുംബിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇമാം റുയാനി റഹ്മത്തുള്ളാഹി അലൈഹി സരീഹാക്കുന്നത് വ്യക്തമാക്കുന്നത് ബിൽ ഇസ്തിഹബാബി ചുംബിക്കൽ മുസ്തഹബാണ് എന്നാണ്. ആർക്കാണ് ഈ ചുംബിക്കൽ ജായിസാകുന്നതും മുസ്തഹബാകുന്നതും? ലി അഹ്ലിൽ മയ്യിത്തി മയ്യത്തിൻ്റെ കുടുംബക്കാർക്ക്, ആൾക്കാർക്ക്, മയ്യത്തിൻ്റെ അഹലുകാർക്ക്, കുടുംബാദികൾക്ക് മയ്യത്തിനെ ചുംബിക്കൽ അനുവദനീയമാണ് അല്ലെങ്കിൽ മുസ്തഹബാണ്. വനഹ്വിഹിം മയ്യത്തിൻ്റെ കുടുംബാദികൾ പോലുള്ളവർക്കും മയ്യത്തിൻ്റെ കുടുംബക്കാർക്കും അവരെ പോലുള്ളവർക്കും ഇപ്രകാരം ചുംബിക്കൽ ജായിസാണ് അല്ലെങ്കിൽ മുസ്തഹബാണ്. അപ്പൊ അവരെ പോലുള്ളവർ എന്ന് പറഞ്ഞതിന് ഇമാം റൗളയിലും അതുപോലെ തന്നെ ശറഹുൽ മുഹദ്ദിബിലും എല്ലാം കാണാൻ കഴിയും. വനഹ്വിഹിം കുടുംബാദികൾ പോലുള്ളവർക്ക് എന്ന് പറഞ്ഞതിൻ്റെ പകരമായിട്ട് ഈ പറഞ്ഞ കിതാബുകളിൽ വാസ്ദിഖാഇഹി മയ്യത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സ്നേഹിതന്മാർക്ക് അല്ലെങ്കിൽ സ്നേഹിതകൾക്ക് ഇത് അനുവദനീയമാണ്. ഇപ്രകാരം ചുംബിക്കൽ. വയുന്തബു ഫീ നഹ്വി സ്വാലിഹിൻ സ്വാലിഹായ സൽവൃദ്ധനായ അല്ലെങ്കിൽ സൽവൃദ്ധയായ വ്യക്തിയാണ് മരിച്ചെങ്കിൽ അവരെപ്പോലുള്ളവരിൽ ഇങ്ങനെ ചുംബിക്കൽ മന്ദൂബാണെന്ന് കാണാം. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എംബഗി അൻ യുന്തബലഹും ഈ കുടുംബാദികൾക്ക് മയ്യത്തിൻ്റെ കുടുംബാദികൾക്ക് ചുംബിക്കൽ മന്ദൂബാണ്, സുന്നത്താണ്. വയജൂസു ലിഗൈരിഹിം കുടുംബാദികൾ അല്ലാത്തവർക്ക് ജായിസാണ്, അനുവദനീയമാണ്. ഇവിടെ മന്ദൂബോ മുസ്താഹബോ സുന്നത്തോ വരുന്നില്ല, അനുവദനീയമാണ് കുടുംബാദികൾ അല്ലാത്തവർക്ക് എന്ന് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പോൾ മഹല്ലു ദാലിക ഈ ചുംബിക്കൽ അനുവദനീയമാണ് അല്ലെങ്കിൽ മുസ്തഹബാണ് അല്ലെങ്കിൽ മന്ദൂബാണ് എന്ന് പറഞ്ഞ ആ ചുംബിക്കുന്നതിൻ്റെ സ്ഥാനം അനുവദനീയമാകുന്നത് അല്ലെങ്കിൽ മന്ദൂബാകുന്നത് മുസ്തഹബാകുന്നത് മാലം തക്കുൻ തുഹ്മത്തൻ കമുർവൂദത്തി തെറ്റിദ്ധാരണ വരാതിരിക്കുമ്പോഴാണ്. തെറ്റിദ്ധാരണ വരുന്ന വ്യക്തികളെ ചുംബിക്കുമ്പോൾ അവിടെ തെറ്റിദ്ധാരണ കടന്നുപോകും, സംസാര വിഷയമാകും. അങ്ങനെ തെറ്റിദ്ധാരണ വരാതിരിക്കുമ്പോൾ ആണ് ഈ ചുംബിക്കൽ അനുവദനീയമാകുന്നത് അല്ലെങ്കിൽ മുസ്തഹബാകുന്നത് അല്ലെങ്കിൽ മന്ദൂബാകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ഉസ്മാൻ ഇബ്നു മദ്ഊൻ ബഅദ മൗതിഹി മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ചുംബിച്ചു. തുർമുദിയും മറ്റും ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകന്റെ വഫാത്തിന് ശേഷം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിച്ചിട്ടുണ്ട്. അപ്പോൾ ചുംബിക്കൽ അനുവദനീയമാണ്. ആർക്കാണ് നമ്മൾ പറഞ്ഞു? കുടുംബാദികൾക്ക് അതല്ലെങ്കിൽ സ്നേഹിതർക്ക് ആ ചുംബിക്കൽ അനുവദനീയമാണ്, അല്ലെങ്കിൽ ജായിസാണ്, അല്ലെങ്കിൽ മുസ്തഹബാണ്, അല്ലെങ്കിൽ മന്ദൂബാണ്. കാരണം വിശ്വാസങ്ങളും സഹാബത്തും ഒക്കെ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമിനായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്ദിരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അർഹമുർ റഹീമിനായ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എല്ലാം മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.